ഹായ് സ്റ്റുഡൻസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുന്നേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ഡ്യൂറിങ് എ പീരീഡ്. അതായത് ബിസിനസ്സിലേക്കുള്ള ക്യാഷ് ഇൻഫ്ലോ, ക്യാഷിൻ്റെ സോഴ്സ്, അതുപോലെ ക്യാഷ് ഔട്ട്ഫ്ലോ മീൻസ് അതെങ്ങനെ സ്പെൻഡ് ചെയ്തത്, അതായത് യൂസസ്, അതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ റിയൽ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അക്രൂഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ റെക്കോർഡ് ചെയ്യില്ല. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഞാൻ അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇതിന് ശേഷം വീണ്ടും ചെയ്യാനുണ്ട്. അത് വീഡിയോ ലോങ് ആവുന്നത് കൊണ്ട് ഞാൻ ഫസ്റ്റ് പാർട്ട് മാത്രം ഇവിടെ കാണിക്കുന്നതാണ്. ഇതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് ഇടാം. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് തന്നെ രണ്ട് മെത്തേഡിലാണ് ചെയ്യുക, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഇത് ഡയറക്റ്റ് മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ ഫോം വായിക്കാം, അതിനുശേഷം ഓരോ ഐറ്റം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം അതിൽ വരുന്ന ഐറ്റംസ് റെസീറ്റ്സും പേയ്മെൻറ്റ്സും കാണിക്കണം. ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സ്, അതായത് ക്യാഷ് ഏതൊക്കെ രീതിയിലാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു മുന്നേ ഇതിന് വേണ്ടുന്ന ഐറ്റംസ് എടുക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ക്യാഷ് റെസീറ്റ്സ് വരുന്നത് എങ്ങനെയാണ്? സെയിൽ നടത്തിയിട്ട്. അപ്പോൾ ക്യാഷ് സെയിലിൽ നിന്നാണ് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീറ്റ്സിൽ ഫസ്റ്റ് വരുന്നത് ക്യാഷ് സെയിൽസ്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ക്രെഡിറ്റ് സെയിൽ ഉണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് എത്ര ക്യാഷ് കിട്ടി, മുഴുവനായിട്ട് കിട്ടണമെന്നില്ല, കിട്ടിയത് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ദെൻ കമ്മീഷൻ റിസീവ്ഡ്, ഫീസ് റിസീവ്ഡ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതുപോലെ റോയൽറ്റി റിസീവ്ഡ് ഉണ്ടെങ്കിൽ അതും ചെയ്യണം. ദെൻ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ്. ഏതൊക്കെ തരത്തിലാണ് ക്യാഷ് യൂസ് ചെയ്യുന്നത്. ക്യാഷ് പർച്ചേസ് നടത്തുമ്പോൾ ക്യാഷ് പോവും, ക്യാഷ് പർച്ചേസസ്. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന് എത്ര ക്യാഷ് കൊടുത്തത് മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? റെൻറ്റ്, സാലറി, വേജസ്, ഓഫീസ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അങ്ങനെയുള്ള എക്സ്പെൻസാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയാം. അത് ക്യാഷ് ആയിട്ട് കൊടുത്തത് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടൂ. ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റെസീറ്റ്സും ഇതൊക്കെ പേയ്മെൻറ്റ്സും ആണ്. ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റെസീറ്റ്സിൻ്റെ ടോട്ടലും പേയ്മെൻറ്റ്സിൻ്റെ ടോട്ടലും മൈനസ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അതായത് റെസീറ്റ്സ് ടോട്ടൽ മൈനസ് പേയ്മെൻറ്റ് ടോട്ടൽ, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടി. അതിനുശേഷം ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇൻകം ടാക്സ് പെയ്ഡ് ഇവിടെ ലെസ് എന്ന് കാണിക്കുന്നില്ല, കാരണം റെസീറ്റിന് പേയ്മെൻറ്റ് ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെസീറ്റ് കൂടുതലായതുകൊണ്ടാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഇട്ടത്. അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്താണെന്ന് പറയാം. അതിനുശേഷം എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം റെസീറ്റ്സ് ഉണ്ടാകാം, പേയ്മെൻറ്റ് ഉണ്ടാകാം. അപ്പോൾ അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം, അതുപോലെ ദെൻ ബാഡ് ഡെറ്റ് റിക്കവേർഡ്, വിന്നിങ് എ ലോട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് വരുന്നത്. അതിൻ്റെ റെസീറ്റ്സും പേയ്മെൻറ്റ്സും ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കണം. റെസീറ്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യുക, പേയ്മെൻറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ ആയിരിക്കും നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇത് കിട്ടിയത് പോസിറ്റീവ് ആണെങ്കിൽ ഇൻഫ്ലോ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ, അതായത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ഫിഗറാണ് വരുന്നതെങ്കിൽ, മൈനസ് ഫിഗറാണ് വരുന്നതെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിരിക്കും, അതായത് ക്യാഷ് യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇതിന് ശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിലൊക്കെ കുറേ ഐറ്റംസ് വരുന്നത് കൊണ്ട് അത് പിന്നീടുള്ളൊരു വീഡിയോയിൽ കാണിക്കാം. അതിന് മുന്നേ ക്യാഷ് സെയിൽസ് എങ്ങനെയാണ് കാണുക? ടോട്ടൽ സെയിൽസും ക്രെഡിറ്റ് സെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് ചെയ്താൽ ക്യാഷ് സെയിൽസ് കിട്ടും. ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസ് തന്നു, ക്രെഡിറ്റ് സെയിലും തന്നു. ക്യാഷ് സെയിൽസ് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് ക്രെഡിറ്റ് സെയിൽസ്. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളത്
പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ചിലപ്പം 2 years ബാലൻസ് ഷീറ്റ് തന്നു, അതിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടെന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും. അതായത് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, അതായത് 2 years ബാലൻസ് ഷീറ്റ് തന്നു, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഡെപ്റ്റേഴ്സിന് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ഡെബിറ്റ് ബാലൻസ് ആണ്, അതായത് എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നിട്ട് ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് താഴത്തോട്ട് ഇടേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് താഴെ ഇട്ട് കൊടുക്കുക. ആദ്യം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് താഴെ ഇട്ട് കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് ജേണൽ എൻട്രി വരുമോ, ഡെപ്റ്റർ ടു സെയിൽസ് ആണ്, അപ്പോൾ ടു ക്രെഡിറ്റ് സെയിൽസ് മറ്റും ഇവിടെ ഇട്ട് കൊടുക്കുക. അതുപോലെ ബിൽസ് റെസീവബിൾ ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ബിൽസ് റെസീവബിൾ ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ദെൻ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺസും ക്രെഡിറ്റ് ചെയ്യാം. അപ്പം ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് സെയിൽസും ആണ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബിൽസ് റെസീവബിൾ ഉണ്ടെങ്കിൽ അത്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെപ്റ്റ്, സെയിൽസ് റിട്ടേൺസ്. ബാലൻസ് ക്യാരി ഡൗൺ തന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തതിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ ബ്ലാങ്ക് ആയ സ്ഥലത്ത് ക്യാഷ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് വരുന്നത് ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുവാണ് വേണ്ടത്. കാരണം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഓൾറെഡി ഉണ്ട്. പിന്നുള്ള ബാലൻസ് വീണ്ടും ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റില്ല, ഡിഫറൻസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ബാക്കി എല്ലാ ഐറ്റംസ് ഇതിലുണ്ട്. ഈ ക്യാഷാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ കമ്മീഷനൊക്കെ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും, അത് എടുത്തിട്ട് എഴുതുന്നതാണ്. അതുപോലെ റോയൽറ്റി റിസീവ്ഡും ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ എടുത്ത് എഴുതുന്നതാണ്. ഇനി ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ്. ക്യാഷ് പർച്ചേസാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ടോട്ടൽ പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും മാത്രം തന്നതാണെങ്കിൽ ടോട്ടൽ പർച്ചേസിന് ക്രെഡിറ്റ് പർച്ചേസ് ലെസ് ചെയ്താൽ ക്യാഷ് പർച്ചേസ് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്ന പർച്ചേസ് ക്യാഷ് പർച്ചേസ് ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ക്യാഷ് പർച്ചേസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യതയില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇടണം. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ അതും പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിക്കണം. അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കാണാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്തു, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് കാണാൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ലാബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. എല്ലാ ലാബിലിറ്റീസിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോഡ് എന്നിട്ട് ഇട്ട് കൊടുക്കണം. അതായത് രണ്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഏതാണോ അതായത് രണ്ട് ബാലൻസ് ഷീറ്റിൽ വരുന്ന ആദ്യത്തെ ഇയറിലുള്ള ബാലൻസ് ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. ബൈ ബാലൻസ് ബ്രോഡ് ഇട്ട് കൊടുക്കുക. ദെൻ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് ആണ് ജേണൽ എൻട്രി. ഡെബിറ്റ് സൈഡിൽ വരുന്നത് പർച്ചേസ് റിട്ടേൺസ് വരും. ഡിസ്കൗണ്ട് റിസീവർ ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് റിസീവർ ആണ് ജേണൽ എൻട്രി. ബിൽ പേയബിൾ ഉണ്ടെങ്കിൽ അത് വരും. ബാലൻസ് ക്യാരി ഡൗൺ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതും എഴുതുക. ഇത്രയൊക്കെ ഐറ്റംസ് എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റേഴ്സിന് കൊടുത്ത ക്യാഷ് ആയിരിക്കും. അപ്പോൾ അതിവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഡിഫറൻസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഡിഫറൻസ് ഉണ്ടെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കണം. ആ ക്യാഷാണ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഈ ക്യാഷ് ഇവിടെ കാണിച്ചു. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്ന പോലെ ചെയ്യാം. പിന്നെ ഇൻകം ടാക്സ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വരുന്നത്. ഇതിന് ശേഷം ഇൻവെസ്റ്റിങ്ങും ഫിനാൻസിങ്ങും ചെയ്യാനുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ടില്ല. ഇനി ഈ ക്രെഡിറ്റേഴ്സിൽ പറഞ്ഞ ബിൽ പേയബിൾ ഉണ്ടല്ലോ, ചിലപ്പം ബിൽ പേയബിളിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ബിൽ പേയബിൾ അക്കൗണ്ട് ചെയ്യേണ്ടി വരും. അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ പേയബിൾ എത്രയാണ് എഴുതേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽ പേയബിൾ അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണ്, അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. ബിൽ പേയബിളിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്.
ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ബിൽ പേബിൾ ലാബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ട് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുക്കുക. ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് ഇട്ട് കൊടുക്കുക. ക്ലോസിംഗ് ബാലൻസും ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ. പിന്നെ ക്യാഷ് കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ടു ക്യാഷ് ബിൽ പേബിൾ അക്കൗണ്ട് ആഫ്റ്റർ ടു ക്യാഷ് എന്നും കാണിക്കുക. എന്നിട്ട് ഇത് ചെയ്തിട്ട് ഡിഫറൻസ് വരുവാണെങ്കിൽ ഈ രണ്ടും, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തിട്ട് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അതിവിടെ ക്രെഡിറ്റേഴ്സ് എന്നുള്ള പേരിലാണ് കാണിക്കേണ്ടത്. ഈ ക്രെഡിറ്റേഴ്സാണ് ഇവിടെ ക്രെഡിറ്റേഴ്സ് ഇട്ടിട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ഡിഫറൻസ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് കാണിച്ചു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബിൽ പേബിൾ എന്ന് ഇവിടെ വരുന്നത് ജേണൽ എൻട്രി. അപ്പോൾ ഇതിൽ വരുന്ന, അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബിൽ പേബിൾ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ടു ബിൽ പേബിൾ എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് ഇട്ട് കൊടുക്കണം. അതാണ് നേരത്തെ ഞാൻ ചെയ്ത ലെഡ്ജറിലുള്ള ക്രെഡിറ്റേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ബിൽസ് റിസീവബിളിനും വരും, ഡെപ്റ്റേഴ്സിന് വരും. ഇതുപോലെ ഇതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി ആയിരിക്കും വരിക. ബിൽസ് റിസീവബിളിനാണെങ്കിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗണും ബൈ ബാലൻസ് ക്യാരി ഡൗൺ ബൈ ക്യാഷ് ആയിരിക്കും. ടു ഡെപ്റ്റേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.